ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ LDF അംഗങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ്. സ്ത്രീത്വത്തെ പരസ്യമായി അധിക്ഷേപിച്ച കൗൺസിൽ അംഗം ജോബിൻ വർഗീസിനെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടാണ് LDF കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധ ജാഥ നടത്തുന്നത്. നേരത്തെ രാവിലെ കൗൺസിൽ യോഗം നടന്നപ്പോഴാണ് ചെയർപേഴ്സണെതിരെ അശ്ലീല പരാമർശം നടത്തിയത്. കോൺഗ്രസുകാർ പ്രതിപക്ഷം UDF കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, രാവിലെ വലിയ തരത്തിലുള്ള അലങ്കോലപ്പെടുത്തൽ, കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താൻ കോൺഗ്രസ് പ്രതിനിധികൾ ശ്രമിച്ചത് കണ്ടതാണ്. ഒപ്പം തന്നെ ചെയർപേഴ്സണെ അശ്ലീല പരാമർശം നടത്തിയ കോൺഗ്രസ് സംഘം പ്രതിഷേധം വലിയ തരത്തിൽ ഉയരുകയാണോ? ഇപ്പോൾ എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, 18-ാം തീയതിയിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഇന്നാണ് നഗരസഭ യോഗം തീരുമാനിച്ചിരുന്നത്. നഗരസഭാ യോഗത്തിൽ 11 മണിക്ക് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ഈ പ്രതിപക്ഷ കൗൺസിലർമാർ ഇത്തരത്തിൽ അടിയന്തര പ്രമേയവുമായി എത്തുകയായിരുന്നു. അടിയന്തര പ്രമേയം പെട്ടെന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് കൊണ്ടുവന്നാൽ അതിന് അനുമതി നൽകാനാവില്ലെന്നും കുറഞ്ഞത് 7 ദിവസത്തെ നിയമപരമായ അറിയിപ്പ് ഉണ്ടാകണം എന്നുള്ളത് ചെയർപേഴ്സൺ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഈ അടിയന്തര പ്രമേയം നിഷേധിക്കുന്നതോടൊപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അതിൽ സംസാരിക്കാനുള്ള അനുവാദം കൊടുത്തു. അത്തരത്തിൽ അനുവാദം കൊടുത്തപ്പോഴാണ് അഡ്വക്കേറ്റ് ഗോപൻ വർഗീസ് എന്ന് പറയുന്ന UDF അംഗം വളരെ അശ്ലീലകരമായ പരാമർശം നടത്തിയത്. ആ പരാമർശത്തിൽ ഏതായാലും ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് LDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ അശ്ലീല പരാമർശത്തിന്റെ എതിരെയാണ് ഇപ്പോൾ LDF നേതൃത്വത്തിൽ കൂത്താട്ടുകുളം ടൗണിൽ ഇത്തരത്തിൽ ഒരു ജോസില്, രാവിലെ നമ്മൾ കണ്ടതാണ് ഈ കൗൺസിൽ യോഗം നടക്കുന്നതിന് മുമ്പ് ഈ ഷോർട്ട് നോട്ടീസിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ചെയർപേഴ്സൺ നിലപാടെടുത്തു. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു. ആ സമയമാണ് ഈ കോൺഗ്രസ് കൗൺസിലർ അശ്ലീല പരാമർശം നടത്തിയത്. വലിയ തരത്തിൽ ഒരുപക്ഷെ ഒരു മാന്യ സമൂഹത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പരാമർശമാണ് ഈ കോൺഗ്രസ് കൗൺസിലർ നടത്തുകയും ചെയ്തത്. അതിൽ അപ്പോൾ തന്നെ നിലപാട് ചെയർപേഴ്സൺ വ്യക്തമാക്കി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കലാരാജു എന്നെടുത്ത നിലപാട് കൂടി പറയേണ്ടതുണ്ട്. ജോസിൽ, ആ UDF അംഗങ്ങളോടൊപ്പം ചേർന്ന് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താനാണ് കലാരാജുവും ശ്രമിച്ചത്, അല്ലേ? തീർച്ചയായും കലാരാജുവും ഈ യോഗത്തിൽ UDF അംഗങ്ങളോടൊപ്പം പ്ലക്കാർഡുമായി എല്ലാം രംഗത്തുണ്ടായിരുന്നു. പക്ഷേ കലാരാജു പറയുന്നത് താൻ CPM വിട്ടു പോകുന്നില്ല, CPM നിന്ന് രാജിവെക്കുന്നില്ല എന്നതാണ്. ഏതായാലും ഈ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തതിൽ 12 പേർ മാത്രമാണ് ഒപ്പിട്ടത്. അത് UDF 11 പേരും സ്വതന്ത്രന്റെ ഒരാൾ സ്വതന്ത്രനാണ്. അവരുടെ അങ്ങനെ 12 പേരാണ് ഇത്തരത്തിൽ ആ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് ഒപ്പിട്ടിരിക്കുന്നത്. കലാരാജു ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അയോഗ്യ നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് അതിൽ ഒപ്പിടാതെ അവർ മാറി നിൽക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ. എന്നാൽ UDF-നൊപ്പമാണ് അവർ ഈ യോഗത്തിലെത്തിയത്. UDF-നൊപ്പം പ്രതിഷേധവുമായി ഈ ചെയർപേഴ്സന്റെ ചെയറിന് മുമ്പിലേക്ക് എത്തുകയും ചെയ്തു. പ്ലക്കാർഡ് UDF നിലപാടിനൊപ്പമാണ് അവർ നിന്നത്. അതിനുശേഷം മാത്യു കുഴൽനാടൻ MLA-യോടൊപ്പം അവർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സിജു, ശരി. ജോസിൽ സെബാസ്റ്റ്യനാണ് കൂത്താട്ടുകുളത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ LDF കൗൺസിലർമാർ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ചെയർപേഴ്സണെതിരെ അശ്ലീല പരാമർശം നടത്തിയ കോൺഗ്രസ് അംഗത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം കൂത്താട്ടുകുളത്ത് നടക്കുന്നത്.